Now we are continuing with the next topic in advanced data mining, which is graph mining. Now you can see I have put references over here. These are the two slides from which I have taken the slides in this particular topic. Graph mining is not available in both of your textbooks. Also, link mining is there. Link mining also I have put the corresponding link from which I have taken the material. It's not available in your textbook. Now, what is graph mining? Graph mining, many of the real world applications can be represented as a graph. So even in the case of web mining, graph mining is used because if you look at the links in the graph and the way the data is moving from the one page to another, you will see that it is in the form of a graph. So graph mining, the basic problem that we are trying to do with graph mining is to find repetitive subgraphs or patterns. We are actually trying to find associations and patterns in a particular graph representations. Now we have already learned algorithms for associations and association mining and pattern mining for repetitive pattern mining. So those are the same algorithms but converted to graph that will be used over here. Okay, now those of you who do not remember a priori algorithm in association mining, please go hear that once more and then come back and listen to this particular lecture. I'm not going to teach all of those things again. Okay, now motivation behind graph mining. First, to find subgraphs that are capable of compressing the data. എന്ന് വെച്ചാൽ ഒരു സെറ്റ് ഓഫ് ഗ്രാഫ്സ് തന്നെ പിന്നെയും റിമെമ്പർ നമ്മൾ പ്രൂണിങ് ചെയ്തത് ട്രീക്ക് അപ്പം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഗ്രാഫ്സിനെ ഒരു സെപ്പറേറ്റ് ഗ്രാഫായിട്ട് നമ്മൾ കീപ്പ് ചെയ്തിട്ട് അതിനെ കംപ്രസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ദിസ് ഇസ് വൺ മോട്ടിവേഷൻ. സെക്കൻഡ് ഇസ് ഇൻട്രസ്റ്റിംഗ് പാറ്റേൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഗ്രാഫ് മൈനിങ് യൂസ്. നൗ ദെയർ ആർ സം ഓഫ് ദി എക്സാമ്പിൾസ്. ഞാൻ കമ്പ്യൂട്ടർ റിലേറ്റഡ് എക്സാമ്പിൾസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബട്ട് റിയൽ വേൾഡിൽ ഒത്തിരിയും ആപ്ലിക്കേഷൻസ് ഉണ്ട് വേർ യു ക്യാൻ റെപ്രസെൻറ്റ് ആസ് ഗ്രാഫ്സ്. അതിൽ 4 എണ്ണമാണ്. ഒന്ന്, സോഷ്യൽ നെറ്റ്വർക്കിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെല്ലുന്ന കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഇൻ ദ ഫോം ഓഫ് എ ഗ്രാഫ്. ദ ബേസിക് ഡേറ്റ സ്ട്രക്ചർ വുഡ് ബി ദാറ്റ് ഓഫ് എ ഗ്രാഫ്. ഇവൻറ്റ് ലോഗ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. വർക്ക് ഫ്ലോ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ അതും ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. മെഷസ്, ഇത് ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആകാം, ഏതേലും നെറ്റ്വർക്ക് അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ അതും ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. നൗ ദിസ് ഇസ് മൈനിങ് ആൻഡ് സെർച്ചിങ് ഫോർ ഗ്രാഫ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ്. ഇതിൻ്റെ അകത്ത് ഗ്രാഫും സ്ട്രക്ചേഴ്സും മൈൻ ചെയ്ത് എടുക്കാനായിട്ട് നമുക്ക് പറ്റും, ഇതുപോലെ മെഷിൻ്റെ അകത്ത്. സോ ദീസ് ആർ സം ഓഫ് ദി എക്സാമ്പിൾസ് ഓഫ് റിയൽ വേൾഡ് ഗ്രാഫ്സ്. നൗ ഗ്രാഫ് മൈനിങ് എല്ലായിടത്തും ഗ്രാഫ്സ് ഉണ്ട്. ഐ ടോൾഡ് യു, കമ്പ്യൂട്ടറിൽ മാത്രമല്ല. കെം ഇൻഫോമാറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ആണ്. ഡ്രഗ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റിസർച്ച് ചെയ്യുന്ന ഏരിയ ആണ് കെം ഇൻഫോമാറ്റിക്സ്. കെമിക്കൽ കോമ്പൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഗ്രാഫായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ്, ബയോ ഇൻഫോമാറ്റിക്സ്, അത് ഗ്രാഫ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. പ്രോഗ്രാം കൺട്രോൾ ഫ്ലോ, ട്രാഫിക് ഫ്ലോ, വർക്ക് ഫ്ലോ അനാലിസിസ്, ഇതെല്ലാം ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. XML ഡേറ്റാബേസുകൾ, വെബ്, ദാറ്റ് ഇസ് ഇൻ്റർനെറ്റ്, വേൾഡ് വൈഡ് വെബ്, സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ്, ഇതെല്ലാം ഗ്രാഫെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നൗ ഗ്രാഫ്സ് ഇസ് എ ഡേറ്റ സ്ട്രക്ചർ വിച്ച് ഇസ് ജനറൽ. ഗ്രാഫിൻ്റെ തന്നെ മോഡിഫിക്കേഷനാണ് ട്രീസ്, ലാറ്റിസസ്, സീക്വൻസസ് ആൻഡ് ഐറ്റംസ്. ഇതെല്ലാം ഡീജനറേറ്റഡ് ഗ്രാഫ്സ് ആണ്. ഓക്കെ, നൗ ദ ഡൈവേഴ്സിറ്റി ഓഫ് ഗ്രാഫ്സ് ഇസ് ഇറ്റ് ക്യാൻ ബി ഐദർ ഡയറക്റ്റഡ് ഓർ അൺഡയറക്റ്റ്. പല തരം ഗ്രാഫ്സ് ഉണ്ട്. ഡയറക്റ്റഡ് അല്ലെങ്കിൽ അൺഡയറക്റ്റഡ് ആകാം, ലേബിൾഡ് അല്ലെങ്കിൽ അൺലേബിൾഡ് ആകാം, വെയ്റ്റഡ് ആകാം, ആംഗിൾസ് ആൻഡ് ജോമെട്രി റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഇസ് ടോപ്പോളജി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആകാം, ദാറ്റ് ഇസ് 2D versus 3D graphs. Okay, now the problem with graph algorithms is that most of them are highly complex, that is NP complete problems ആണ് most of these algorithms. Graph algorithms ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ NP complete problems ആയിരിക്കും. അതിനെ അലീവിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെനി ഓഫ് ദി ഡേറ്റ മൈനിങ് ടെക്നീക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ NP complete കോംപ്ലക്സിറ്റി ഓഫ് അൽഗോറിതം റെഡ്യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, നൗ ഗ്രാഫ് mining or graphs are suitable to represent relationships between arbitrary elements. But ഒരു ഡേറ്റ ഇൻസ്റ്റൻസ് ആണെങ്കിൽ ഗ്രാഫിൻ്റെ അകത്ത് ആ സെയിം ഇൻസ്റ്റൻസിനെ നമുക്ക് ഒരു എലമെൻറ്റ് ഈസ് എ വേർട്ടെക്സ് ഇൻ എ ഗ്രാഫ്. ഈ എലമെൻറ്റിൻ്റെ ആട്രിബ്യൂട്ട്സ് വിൽ ബി വേർട്ടെക്സ് ലേബിൾസ് ഇൻ എ ഗ്രാഫ്.
ഓക്കെ. ഇനി എലമെൻറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് യൂസിങ് എഡ്ജസ്. ഈ റിലേഷൻഷിപ്പിൻ ടൈപ്പ് ഉണ്ടെങ്കിൽ അത് ലേബലായിട്ട്, എഡ്ജിൻ്റെ ലേബലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. പല എലമെൻറ്റ്സിൻ്റെ റിലേഷൻഷിപ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹൈപ്പർ എഡ്ജസ് ആയിട്ട്, അതായത് ഒരു എലമെൻറ്റിൽ നിന്ന് തന്നെ പല എലമെൻറ്റിലേക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മെനി എഡ്ജസ്, ഹൈപ്പർ എഡ്ജസ് ആയിട്ട് നമുക്കത് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ മെനി ഓഫ് ദ റിലേഷൻഷിപ്സ് ആൻഡ് നെറ്റ്വർക്ക്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് യൂസിങ് ഗ്രാഫ്സ്. ഓക്കെ. നൗ ഗ്രാഫിൽ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് സബ് ഗ്രാഫ് മൈനിങ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഫ്രീക്വൻറ്റ് സബ് ഗ്രാഫ്സിനെ മൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിമെമ്പർ ദി അപ്രയോറി അൽഗോരിതം സപ്പോർട്ടെ ബേസ് ചെയ്തിട്ടാണ് ഫ്രീക്വൻറ്റ് സബ് ഗ്രാഫ്സിനെ, അവിടെ സബ് പാറ്റേൺസിനെയാണ് കണ്ടുപിടിച്ചിരുന്നത്. അത് തന്നെ സെയിം അൽഗോരിതം ഗ്രാഫിലേക്ക് ഇടുമ്പോഴത്തേനും നമ്മൾ സപ്പോർട്ട് വെച്ചിട്ട് സബ് ഗ്രാഫ്സിൻ്റെ ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കുന്നത്. അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം സപ്പോർട്ട് ത്രെഷോൾഡ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ഇതൊരു എക്സാമ്പിളാണ്. സപ്പോസിങ് ദീസ് ആർ ദ 3 ഗ്രാഫ്സ് ഗിവൺ ആൻഡ് ഫ്രീക്വൻറ്റ് പാറ്റേൺസ് കണ്ടുപിടിക്കാനായിട്ട് മിനിമം സപ്പോർട്ട് 2 എന്ന് തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പാറ്റേൺ ഈ 3 ഗ്രാഫുകളിലും ഇത് കണ്ടോ, ഇവിടെ ഒരു പ്രാവശ്യം ഒക്കർ ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു പ്രാവശ്യം ഒക്കർ ചെയ്യുന്നു. ദിസ് പാറ്റേൺ n ആൻഡ് ഡബിൾ ലിങ്ക് ഓഫ് O. There is an n and double link of O over here. Here there is an n and a double link of O is there over here. ഇവിടെ n and double link of O, ഇവിടെ n and double link of O. So ഇതിൻ്റെ ഫ്രീക്വൻസി സപ്പോർട്ട് എന്ന് പറയുന്നത് 4 ആണ്. ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ ദ മിനിമം സപ്പോർട്ട്. സോ ദിസ് ഇസ് എ ഫ്രീക്വൻറ്റ് പാറ്റേൺ. അതേപോലെ തന്നെ ഇത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ദിസ് ഹോൾ തിങ്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. ഓക്കെ. സോ ദിസ് പാറ്റേൺ ഇസ് occurring twice and because it is equal to the minimum support, അതും ഒരു ഫ്രീക്വൻറ്റ് പാറ്റേൺ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് ഗ്രാഫ്സിലെ ഫ്രീക്വൻറ്റ് പാറ്റേൺസ് നോക്കുന്നത്, സെയിം ആസ് ദാറ്റ് ഓഫ് നമ്മുടെ സീക്വൻസ്. ഓക്കെ. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അസോസിയേഷൻ, നേരത്തെ പഠിച്ച അപ്രയോറിയും ഇപ്പോൾ പഠിക്കാൻ പോകുന്ന അപ്രയോറിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. ഒന്ന് റൂൾ ബേസ്ഡ് പാറ്റേൺസിലെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മറ്റേ ഇതിൽ ഇനി ഇപ്പോൾ പഠിക്കുന്നതിൽ ടോപ്പോളജി ബേസ്ഡ് പാറ്റേൺസിനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ ടോപ്പോളജി ബേസ്ഡ് പാറ്റേൺ എന്ന് പറയുന്നത് ഈ അസോസിയേഷൻ റൂൾ മൈനിങ് റൂൾസെ ബേസ് ചെയ്തിട്ട്, അസോസിയേഷൻ റൂൾസെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഗ്രാഫ് പാറ്റേൺസിനെ കണ്ടുപിടിക്കുന്നത് ടോപ്പോളജി ബേസ് ചെയ്തിട്ട്. ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് A1 A2 എക്സെട്ര ഗിവ്സ് B എന്നുള്ള ഒരു പാറ്റേണിലായിരുന്നു. ദാറ്റ് ഇസ് ഒരു ഇംപ്ലിക്കേഷൻ്റെ റൂൾ വെച്ചിട്ടാണ്, അസോസിയേഷൻ റൂൾ വെച്ചിട്ടാണ് നമ്മൾ പാറ്റേൺസ് റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇൻ അഡീഷൻ ടു അറ്റോമിക് വാല്യൂസ്, ഈ വാല്യൂസ് കൂടാതെ, ആട്രിബ്യൂട്ട്സിൻ്റെ വാല്യൂസ് കൂടാതെ സ്ട്രക്ചറും ഇമ്പോർട്ടൻ്റ് ആണ് ടോപ്പോളജി ബേസ്ഡ് പാറ്റേൺസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ കേസിൽ നമുക്ക് ഇങ്ങനെ ഇംപ്ലിക്കേഷൻസ് ഇല്ല, നമ്മൾ ആ കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ. നൗ സെമി സ്ട്രക്ചേർഡ് ഡേറ്റ ആസ് ഗ്രാഫ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ക്വരി ചെയ്യുമ്പോൾ, വെബ് മൈനിങ് ചെയ്യുമ്പോഴത്തേനും സ്ട്രക്ചർ ഡേറ്റയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് വെബിൻ്റെ പേജസ് മിക്കവാറും എണ്ണത്തിന് സ്ട്രക്ചർ ഇല്ലാത്തത് കാരണം XML ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മൈനിങ് ചെയ്യാനായിട്ട് എളുപ്പമുള്ളൂ. എന്നാൽ ഗ്രാഫ്സിൽ നമുക്ക് ഡേറ്റയെ ഗ്രാഫായിട്ട് കൺവേർട്ട് ചെയ്യാം. സെമി സ്ട്രക്ചർഡ് ഡേറ്റയും ഗ്രാഫായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഗ്രാഫ് മൈനിങ് ടെക്നിക്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇനി ഫ്രീക്വൻറ്റ് പാറ്റേൺ ഡിസ്കവറി ഫ്രം സെമി സ്ട്രക്ചേർഡ് ഡേറ്റ ആർ യൂസ്ഫുൾ ഫോർ എന്തെല്ലാം കാര്യങ്ങളാണ്. ഒന്ന്, ഡേറ്റാ ബേസിൻ്റെ ഡിസൈൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട്. 2, എഫിഷ്യൻറ്റ് ഇൻഡെക്സിങ് വെബ് കണ്ടൻറ്റ് മൈനിങ്ങിൽ. യൂസർ ബിഹേവിയറൽ പ്രഡിക്ഷൻസും യൂസർ പ്രിഫറൻസും ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ചെയ്യാനായിട്ട്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനാലിസിസിന്. കെമിക്കൽ ആൻഡ് ബയോ ഇൻഫർമാറ്റിക്സ് ആപ്ലിക്കേഷൻ. നമുക്ക് ഗ്രാഫിൻ്റെ കുറേ ആപ്ലിക്കേഷൻസ് ആണ് ഈ കാണുന്നത്. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് ഗ്രാഫ് മൈനിങ് എന്ന് പറയുന്നത്, ഒന്ന് ഡോക്യുമെൻറ്റ് ക്ലാസിഫിക്കേഷൻ, ഡ്രഗ് ഡെവലപ്മെൻറ്റ്. ഇത് കുറേ എണ്ണം ഉണ്ട്, ജസ്റ്റ് 3 ആർ ബീങ് മെൻഷൻ. റെപ്രസെൻറ്റിംഗ് ഇൻഫർമേഷൻ. ഈ 3 കാര്യങ്ങൾ applications of graph mining. Now ഇവിടെ we are going to do a priori based graph substructure frequent substructure mining. Okay, graph mining ആണ് a priori based. a priori algorithm തന്നെ ഒരു ഡിഫറൻസും ഇല്ല. a priori algorithm തന്നെ, പക്ഷേ ഇവിടെ ബേസ് ചെയ്തിരിക്കുന്നത് ഗ്രാഫേലാണെന്ന് മാത്രം. സോ ഇവിടെ ഡേറ്റ D എന്ന് പറയുന്നത് ഗ്രാഫ് ഡേറ്റ സെറ്റ് ആയിരിക്കും. ഇവിടെയും മിനിമം സപ്പോർട്ട് ത്രെഷോൾഡ് കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് SK
ഫ്രീക്വൻറ്റ് സബ്സ്ട്രക്ചർ സെറ്റ്സ്. നിങ്ങൾക്ക് അപ്രയറി അൽഗോരിതം ഓർമ്മയില്ലെങ്കിൽ നോക്കിയിട്ട് ഇവിടെ വന്ന് ഇത് കേൾക്കുക. ഓക്കെ, ആദ്യം എന്തുവാ ചെയ്യുന്നത്? അപ്രയറി അൽഗോരിതത്തിൽ തന്നെ സിംഗിൾ എലമെൻസിൻ്റെ എല്ലാത്തിൻ്റെയും ലിസ്റ്റും സപ്പോർട്ടുമാണ് കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് മിനിമം സപ്പോർട്ടിനെക്കാട്ടിലും കുറവുള്ള എല്ലാത്തിനെയും എലിമിനേറ്റ് ചെയ്യും, ബാക്കി എല്ലാത്തിനെയും കീപ്പ് ചെയ്യും. രണ്ടാമത് ഈ S1 ബേസ് ചെയ്തിട്ട് നമ്മൾ S1-ൻ്റെ പല എലമെൻറ്റ്സ് തമ്മിൽ ഗ്രൂപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ആസ് 2 elements ഈച്ച്. അതാണ് S2. എന്നിട്ട് അതിൻ്റെ അകത്തെയും സപ്പോർട്ട് കണ്ടുപിടിക്കും, മിനിമം സപ്പോർട്ട് ഇല്ലാത്തതിനെ എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ S2 കിട്ടി. എന്നിട്ട് ഈ S2 ഇൻപുട്ടായിട്ട് കീപ്പ് ചെയ്തിട്ട് ഇതേ രീതിയിൽ S3 കണ്ടുപിടിക്കും ടിൽ K എന്തോ ആണോ നമ്മുടെ എത്ര സൈസാണോ നമ്മുടെ പാറ്റേണിൻ്റെ ആ K കിട്ടുന്നിടം വരെ നമ്മളിത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് അപ്രയറി അൽഗോരിതം ചെയ്തത്. അതേ സെയിം സംഭവമാണ് ഇവിടെയും ചെയ്യുന്നത്. ബട്ട് ഓരോ സബ്സ്ട്രക്ചറും ഗ്രാഫാണ് എന്ന് മാത്രം. ഓക്കെ, സോ ഇവിടെ ഫ്രീക്വൻറ്റ് സിംഗിൾ എലമെൻറ്റ്സ് ഇൻ ഡേറ്റ സെറ്റ് ആദ്യം S1-ലേക്ക് ഇടും. എന്നിട്ട് അതിന് മിനിമം സപ്പോർട്ട് ഉള്ളതിന്, ദാറ്റ് ഈ അപ്രയറി അൽഗോരിതം വെച്ചിട്ട് മിനിമം സപ്പോർട്ട് ഉള്ളതിനെ കീപ്പ് ചെയ്ത് മറ്റേതിനെ കളയും. ഓക്കെ, സോ മിനിമം സപ്പോർട്ട് എങ്ങനെയാണെന്നുള്ളതാണ്. ഇനി അപ്രയറി ഗ്രാഫ് ഡി മിൻസപ്പ് SK. അപ്പോൾ ആദ്യത്തെ കേസിൽ S1 ആണ് നമ്മൾ ഇങ്ങോട്ട് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് S1 + 1 ആണ് 2. ആദ്യം ഇറ്റ് ഇസ് empty. എന്നിട്ട് ചെയ്യുന്നത് ഫോർ ഈച്ച് ഫ്രീക്വൻറ്റ് GI വിച്ച് ഇസ് എൻ എലമെൻറ്റ് ഓഫ് SK. സോ S1-ലുള്ള എവറി ഫ്രീക്വൻറ്റ് GI ഡു എഗെയിൻ അതിനെ ഗ്രൂപ്പ് ചെയ്യേണ്ടത് അനദർ GJ വെച്ചിട്ടാണ്. GIയും GJയും ഈക്വൽ ആയിരിക്കരുത്. സോ 2 ഗ്രാഫ് എടുത്തു. എന്നിട്ട് ഫോർ ഈച്ച് സൈസ് K+1 2 എന്ന് കിട്ടുന്ന ആ സൈസിൻ്റെ G ഫോം ചെയ്തിട്ട് മേർജ് ചെയ്യും. G1-ഉം Jയും കൂടെ ബോത്ത് ആർ ഫ്രീക്വൻറ്റ്. എന്നിട്ട് ചെയ്യുന്നത് ഇഫ് G ഇസ് ഫ്രീക്വൻറ്റ്, ഈ പുതിയ G ഇസ് ഫ്രീക്വൻറ്റ് എന്ന് വെച്ചാൽ എന്താ, മിനിമം സപ്പോർട്ടിനെക്കാട്ടിലും സപ്പോർട്ടോ അതിനെ ഗ്രേറ്റർ ആയിട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ, ആൻഡ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഓൾറെഡി പുട്ട് ഇൻസൈഡ് SK+1, S2-ലെ പാർട്ട് അല്ല എന്നുണ്ടെങ്കിൽ ആ പുതിയ ജീനെ SK+1-ലേക്ക് ആഡ് ചെയ്യുക. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ടിൽ ഓൾ K എലമെൻറ്റ്സ് ഉള്ള ഗ്രാഫ്സ് എല്ലാം ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ടിൽ എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് K, അതിനനുസരിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. നൗ ഇഫ് SK+1 ഇസ് നൾ, അതായത് ഇനി ചെയ്യാനില്ല, അന്നേരമാണ് പ്രയറി അൽഗോരിതം ഓർക്കുന്നുണ്ടെങ്കിൽ empty ആകുന്നിടം വരെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ടിൽ SK+1 ഇസ് നൾ. അത്ര ആയി കഴിയുമ്പോഴത്തേനും അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഫ്രീക്വൻറ്റ് പാറ്റേൺസിനെയും നമ്മൾ റിട്ടേൺ ചെയ്യും. ദിസ് ഇസ് യുവർ അപ്രയറി ബേസ്ഡ് അൽഗോരിതം. സെയിം അൽഗോരിതം ആസ് ദാറ്റ് ഓഫ് ദി അപ്രയറി അസോസിയേഷൻ മൈനിങ്. ഇനി ഗ്രാഫ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്നതിൻ്റെ പല മെത്തേഡ്സ് ആണ് ഈ കാണുന്നത്. ഒന്ന് വേർട്ടെക്സ് ബേസ്ഡ് കാൻഡിഡേറ്റ് ജനറേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ വേർട്ടെക്സസിനെയാണ് നോക്കുന്നത്. പഴയ റൂൾസ് എല്ലാം ഇവിടെ ബാധകമാണ്. 2 ഗ്രാഫ് സബ്സ്ട്രക്ചേഴ്സിനെ മേർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കോർ ഗ്രാഫ്, ദാറ്റ് ഇസ് SK+1-ൽ എനിക്ക് മേർജ് ചെയ്യണമെങ്കിൽ SK2 സെയിം ആയിരിക്കണം, എന്നെങ്കിൽ മാത്രമേ എനിക്ക് മേർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഇത് രണ്ടും ഈ 4 നോഡ്സ് ആണ്, വേർട്ടെക്സസ് ആണ് ഈ 2 ഗ്രാഫിലും ഉള്ളത്. ഈ ഗ്രാഫും കൂടെ മേർജ് ചെയ്യാനായിട്ട് എനിക്ക് ഒന്നെങ്കിൽ ഇത് കിട്ടും, ദാറ്റ് മീൻസ് ഇതിനെ ഇങ്ങോട്ട് ജോയിൻ ചെയ്യുന്ന അത് ഇങ്ങനെ കിട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ ഓൾറെഡി വേർട്ടെക്സ് ഇത് രണ്ടും ഉള്ളത് കൊണ്ട് ഇത് രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഗ്രാഫ് കിട്ടാം. സോ ഇതോ കിട്ടാം, ഇത് രണ്ടും മേർജ് ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, ദിസ് ഇസ് വേർട്ടെക്സ് ബേസ്ഡ് കാൻഡിഡേറ്റ് ജനറേഷൻ. ഇനി കാൻഡിഡേറ്റ് ജനറേഷൻ എഡ്ജ് ബേസ്ഡ്. ഓക്കെ, എഡ്ജിനെ ബേസ് ചെയ്തിട്ട്, അപ്പം എഡ്ജിനെ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഏത് എഡ്ജാണോ, ഇത് രണ്ടുമാണ് നമ്മുടെ കോർ എഡ്ജസ് എങ്കിൽ ഇതിനെ ഞാൻ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ജോയിൻ ചെയ്യുമ്പോഴത്തേനും ഒന്നെങ്കിൽ ഇതിലേക്ക് സിയും താഴത്തേക്ക് ബി എന്ന് വരാം, അല്ലെങ്കിൽ 2 ഡിഫറെൻറ്റ് നോഡ്സിലേക്ക് ഈ എഡ്ജ് 2 ഡിഫറെൻറ്റ് നോഡ്സിലേക്ക് കണക്ട് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ സെയിം നോഡിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ പല രീതിയിൽ ഇത് രണ്ടും ജോയിൻ ചെയ്യുമ്പം എഡ്ജസിനെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ദിസ് ഇസ് എഡ്ജ് ബേസ്ഡ്. ഇനി എഡ്ജ് ഡിസ്ജോയിൻറ്റ് പാത്ത് മെത്തേഡ് എന്നുവെച്ചാൽ ഗ്രാഫിനെ ഡിസ്ജോയിൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 2 ഗ്രാഫ് തമ്മിൽ ഒരു കോമൺ എഡ്ജും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള ഗ്രാഫ്സിനെയാണ് ഡിസ്ജോയിൻറ്റ് ഗ്രാഫ്സ് എന്ന് പറയുന്നത്. അതിനെ മേർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ
Then a substructure pattern with k+1 disjoint paths is generated by joining substructures with k disjoint paths. എന്ന് വെച്ചാൽ k disjoint paths ഉള്ള സബ് ഗ്രാഫ്സിനെ അടുത്ത ഒരു ഡിസ്ജോയിൻറ്റ് പാത്തിനെയും കൂടെ അതിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ k+1 ഡിസ്ജോയിൻറ്റ് പാത്ത് കിട്ടും. അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് അവിടെ ഒന്നും ഇല്ല. സോ ദിസ് ഇസ് എഡ്ജ് ഡിസ്ജോയിൻറ്റ് പാത്ത് മെത്തേഡ്. ഓക്കെ, നോട്ട്സ് സെയിം ആയിരിക്കും, ബട്ട് എഡ്ജസ് ആണ് ഡിസ്ജോയിൻറ്റ്. നൗ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് അപ്രയോറി അപ്രോച്ച് എന്ന് പറയുന്നത്, ഒന്ന് ഓവർ ഹെഡ്. ഓക്കെ, രണ്ട് സബ്സ്ട്രക്ചേഴ്സിനെ ജോയിൻ ചെയ്യുമ്പോഴത്തേനും അതിന് ഒരു കമ്പ്യൂട്ടേഷണൽ ഓവർ ഹെഡ് ഉണ്ട്. അതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തേത് ലെവൽ വൈസ് കാൻഡിഡേറ്റ് ജനറേഷൻ ആയതുകൊണ്ട് തന്നെ, ബ്രെത്ത് ഫസ്റ്റ് സ്ട്രാറ്റജി യൂസ് ലെവൽ വൈസ് കാൻഡിഡേറ്റ് ജനറേഷൻ ആയതുകൊണ്ട് തന്നെ ഓരോ k+1 ഗ്രാഫിനെ ജനറേറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള k ഗ്രാഫ്സ് ഫ്രീക്വൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് മെമ്മറി ചിലപ്പോൾ കൂടുതൽ കൺസ്യൂം ചെയ്തെന്നിരിക്കും. ദാറ്റ് ഇസ് ദ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ദിസ് അപ്രയോറി മെത്തേഡ്. അതുകൊണ്ട് നമ്മൾ ഗ്രാഫ് മൈനിങ് കംപ്ലീറ്റ് ചെയ്യും. ഇനി സോഷ്യൽ നെറ്റ്വർക്ക് മൈനിങ്, സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ്. സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് ഇസ് എ പാർട്ട് ഓഫ് ഗ്രാഫ് മൈനിങ്. എന്ന് വെച്ചാൽ സോഷ്യൽ നെറ്റ്വർക്ക്സിനെ നമുക്ക് ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതൊരു ട്വിറ്റർ നെറ്റ്വർക്കാണ്. ഓക്കെ, ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇമെയിൽ നെറ്റ്വർക്ക്, അതിനെയും ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. എയർ ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക്, അതിനെയും ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഇതെല്ലാം സോഷ്യൽ നെറ്റ്വർക്ക്സാണ്. സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ്, ഓരോ നോഡും ക്യാൻ ബി ആൻ ഓബ്ജക്റ്റ് ഓർ ആൻ എൻറ്റിറ്റി. ഓക്കെ, അപ്പോൾ ഒരു പേഴ്സൺ ആയിരിക്കാം, കമ്പ്യൂട്ടർ ആയിരിക്കാം, സെർവർ ആയിരിക്കാം, പവർ ജനറേറ്റർ ആയിരിക്കാം, എയർപോർട്ട് ആയിരിക്കാം, ഒരു ഏതേലും ഒരു പർട്ടിക്കുലർ സിറ്റി ആയിരിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം നമ്മുടെ എൻറ്റിറ്റി. ഓക്കെ, ലിങ്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്സ്, എൻറ്റിറ്റീസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് ലിങ്കുകൾ എന്ന് പറയുന്നത്. സോ ലൈക്സ് ആകാം, ഫോളോസ് ആകാം, ഫ്ലൈസ് ടു ആകാം ഫോർ എയർപോർട്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാം. റിലേഷൻഷിപ്പാണ് ലിങ്കുകൾ. ഓക്കെ, നൗ വൈ ആർ വി ഇൻട്രസ്റ്റഡ് ഇൻ സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ്? ഒന്നാമത്തെ കാര്യം, റിയൽ വേൾഡ് ഗ്രാഫ്സ് ആർ ഓഫൻ ഹാവ് ദിസ് സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതെന്തുവാ? ഇറ്റ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് എ സോഷ്യൽ നെറ്റ്വർക്ക് അഫക്ട്സ് ഹൗ എ റൂമർ ഇസ് സ്പ്രെഡ്, ഹൗ ഇൻഫെക്ഷസ് ഡിസീസസ് ആർ സ്പ്രെഡ്. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളും ഈ സോഷ്യൽ നെറ്റ്വർക്കിൻ്റെ ബിഹേവിയർ അനുസരിച്ചാണ് നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റുന്നത്. അതേപോലെ തന്നെ ഒരു പവർ ഗ്രിഡ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രക്ചർ ഓഫ് ദ പവർ ഗ്രിഡ് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത് നെറ്റ്വർക്കിൻ്റെ പവർ ഫെയിലിയേഴ്സോ അതിൻ്റെ പ്രോപ്പർ ഫങ്ഷൻ, എഫിഷ്യൻസി. സോ why do we need social network analysis? ഒന്ന്, to identify the characteristic properties of the graph and the structure of the graph. ഓക്കെ, ബിഹേവിയർ കണ്ടുപിടിക്കാനും സ്ട്രക്ചർ കണ്ടുപിടിക്കാനും ക്യാരക്ടറിസ്റ്റിക്സും പ്രോപ്പർട്ടീസും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് നമുക്ക് യൂസ് ചെയ്യാം. ഗ്രാഫിൻ്റെ മെത്തേഡ് തന്നെയാണ് ഇതിനും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ മോഡൽസ് ക്രിയേറ്റ് ചെയ്യാം ദാറ്റ് ഷോസ് ഓർ എക്സിബിറ്റ്സ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ നെറ്റ്വർക്ക്. അതേപോലെ തന്നെ ടൂൾസ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രെഡിക്റ്റ് ദ ബിഹേവിയർ ഓഫ് ദ നെറ്റ്വർക്ക്. ഇതാണ് സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ ആപ്ലിക്കേഷൻ ഏരിയാസ്. നൗ വൺ മോർ തിങ്, പ്രോപ്പർട്ടീസ് ഓഫ് റിയൽ വേൾഡ് സോഷ്യൽ ഗ്രാഫ്സ്. ഒന്ന്, ഡിഗ്രി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, നമ്മൾ റിയൽ ഡേറ്റ എടുക്കുകയാണെന്ന് വിചാരിക്കും. ഒരു പർട്ടിക്കുലർ ഡിഗ്രിയുള്ള നോഡ്സിനെ, ഡിഗ്രി എന്ന് വെച്ചാൽ എന്തുവാ? ദ നമ്പർ ഓഫ് ലിങ്ക്സ് ദാറ്റ് ഇസ് ദെയർ ടു ദാറ്റ് പർട്ടിക്കുലർ നോഡ് ഇസ് കോൾഡ് ഡിഗ്രി. ഓക്കെ, ഒരു ഡിഗ്രിയുള്ള നോഡ്സിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് അതിൻ്റെ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും എന്നാണ് നമ്മുടെ അസംഷൻ, നമ്മുടെ ഇൻറ്റ്യൂഷൻ. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഏതൊരു ഗ്രാഫ് എടുത്താലും ഡിഗ്രി സെയിം ആണെങ്കിൽ പോലും സ്ക്യൂഡ് ആയിരിക്കും ഡേറ്റ. ഇനി സ്ക്യൂഡ് ആണ് ഡേറ്റ എന്ന് വെച്ചാൽ ഒരു എക്സ്പൊണൻഷ്യൽ സ്ക്യൂയിങ് ആണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. സോ വി ക്യാൻ സി പവർ ലോ PK ഈസ് അപ്രോക്സിമേറ്റ് ഈക്വൽ ടു K⁻⁻A. ഓക്കെ, ഈ ഒരു ലോയെ ബേസ് ചെയ്തിട്ടാണ് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ദാറ്റ് മീൻസ് എ സ്മോൾ പെർസെൻറ്റേജ് ഓഫ് നോഡ്സ്, നമ്മുടെ ഹോൾ നെറ്റ്വർക്കിൻ്റെ അകത്ത് ചെറിയൊരു പെർസെൻറ്റേജ് ഓഫ് നോഡ്സിന് മാത്രമാണ് ഹൈ ഡിഗ്രി ഓഫ് കണക്ടിവിറ്റി ഉള്ളത്. ബാക്കി എല്ലാത്തിനും കുറവായിരിക്കും. ഓക്കെ, ഇത് നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഓഫ് വൈറസ് സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഈ ബ്ലാക്ക് ഡോട്ട്സിനാണ് ഹൈ കണക്ടിവിറ്റി കാണുന്നത്. ആ ഹൈ കണക്ടിവിറ്റി ഇൻഫെക്റ്റഡ് ബ്ലാക്ക് ഡോട്ട്സാണ്. പിങ്ക് ആയിട്ടുള്ളത് ഇൻഫെക്റ്റഡ് ആണ് ബട്ട് നോട്ട് കണ്ടേജിയസ്.
അതാണ് പിങ്ക് കാണുന്നത്. ഗ്രീൻ എക്സ്പോസ്ഡ് ബട്ട് നോട്ട് ഇൻഫെക്റ്റഡ്. അപ്പോൾ ഈ ബ്ലാക്ക് ഡോട്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും കുറവ് നമ്പർ ഓഫ് നോഡ്സാണ് ഉള്ളത്, പക്ഷേ ദോസ് ആർ ദ ഇൻഫെക്റ്റഡ് നോഡ്സ്. സോ ദിസ് ഇസ് അവർ, ഈ പവർ ലോയെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കാണാനായിട്ട് പറ്റുന്നത്. ദിസ് വൺ പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സ്മോൾ വേൾഡ് ഇഫക്റ്റ്. ഫോർ മോസ്റ്റ് റിയൽ ഗ്രാഫ്സ് ഒരു നോഡിൽ നിന്നും വേറൊരു നോഡിലേക്ക് എവിടെയെങ്കിലും കിടക്കുന്ന നോഡായിക്കോട്ടെ നമുക്കൊരു മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം 6 ഹോപ്സ് മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. ദാറ്റ് മീൻസ് 6 ഇൻ്റർമീഡിയറ്റ് വാല്യൂസ്. അങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് അവർ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നതാണ് ഇത്. ഓക്കെ, മിൽഗ്രാം ഡിഡ് ആൻ എക്സ്പെരിമെൻറ്റ് ആസ്കിങ് പീപ്പിൾ ഇൻ നെബ്രാസ്ക, ഒരു സ്റ്റേറ്റ് ഇൻ US ആണ്, ടു സെൻഡ് ലെറ്റേഴ്സ് ടു പീപ്പിൾ ഇൻ ബോസ്റ്റൺ. ഓക്കെ, എന്നിട്ട് ലിമിറ്റേഷൻ കൺസ്ട്രെയിൻറ്റ് പറഞ്ഞത് ലെറ്റേഴ്സ് കുഡ് ഓൺലി ബി ഡെലിവേർഡ് ടു പീപ്പിൾ നോൺ ഓൺ എ ഫസ്റ്റ് നെയിം ബേസ്. നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് മാത്രമേ ലെറ്റർ അയക്കാനായിട്ട് പറ്റുള്ളൂ. എന്നിട്ട് റിസൾട്ട് വാസ് ഓൺലി 25% ഓഫ് ദി ലെറ്റേഴ്സ് മെയ്ഡ് ഇറ്റ് ടു ദിയർ ടാർഗറ്റ്. ഈ ഫസ്റ്റ് നെയിം ബേസിസിൽ മാത്രം പറഞ്ഞിട്ട് ആ ടാർഗറ്റിലേക്ക് എത്തിയത് 25% മാത്രമേ എത്തിയുള്ളൂ. പക്ഷേ എത്തിയ എല്ലാവരും തന്നെ 6 ഹോപ്സിൽ, ദാറ്റ് ഇസ് 6 കണക്റ്റിംഗ് നോഡ്സ് വഴി ആ ഡെസ്റ്റിനേഷനിലേക്ക് ലെറ്റർ എത്തി. ഓക്കെ, സോ ദിസ് ഇസ് ദ ഡിസ്ട്രിബ്യൂഷൻ. ഇത് വേറൊരു ഡിസ്ട്രിബ്യൂഷനാണ്. MSN ഷോർട്ടസ്റ്റ് പാത്ത് ഡിസ്ട്രിബ്യൂഷനാണ്. ലെങ്ത് ഒരു മെസ്സേജ് അയക്കുന്നതിൻ്റെ ഷോർട്ടസ്റ്റ് പാത്ത് ഡിസ്ട്രിബ്യൂഷൻ. ഇത് MSN മെസ്സഞ്ചർ നെറ്റ്വർക്കിനാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം 7 ഹോപ്സിനുള്ളിൽ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ആൾക്കാരുടെ മെസ്സേജസ് അവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ദിസ് ഇസ് മാക്സിമം. ഓക്കെ, ആൻഡ് ദാറ്റ് ഇസ് ഫോർ 7. Okay, so this is the second property, that is a small world effect. എത്ര ദൂരെയുള്ള ഡേറ്റ ആണെന്നുണ്ടെങ്കിലും the small world effect shows it small number of intermediate നോഡ്സിൽ നിന്നും ട്രാവൽ ചെയ്തിട്ട് ഡേറ്റ ക്യാൻ ബി സെൻറ്റ്. ഓക്കെ, ഇനി തേർഡ് നെറ്റ്വർക്ക് റെസിലിയൻസ്. ഏതെങ്കിലും ഒരു നോഡ് നെറ്റ്വർക്കിൽ നിന്നും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ റിയൽ വേൾഡ് ഗ്രാഫ്സിൽ പ്രത്യേകിച്ച് ഒരു ഡിഫിക്കൽട്ടിയും ഉണ്ടാകത്തില്ല. സോ ഒരു അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിനെ നമ്മൾ അറ്റാക്കർ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഡിഫിക്കൽട്ടി ഒന്നും ആ പർട്ടിക്കുലർ നെറ്റ്വർക്കിൻ്റെ കണക്റ്റഡ്നെസ്സിന് കമ്മ്യൂണിക്കേഷന് പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തില്ല. അൺലെസ് ഏറ്റവും കൂടുതൽ നോഡ്സ്, ഇപ്പോൾ നേരത്തെ റൂൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ കണക്ഷൻ ഉള്ള നോഡ്സ് വളരെ കുറവാണ്. ബാക്കി എല്ലാ നോഡ്സിനും കുറച്ച് കണക്ഷൻസേ ഉള്ളൂ. സോ സ്പാർസ്ലി കണക്റ്റഡ് നോഡ്സ് ആണ് ഏറ്റവും കൂടുതൽ നെറ്റ്വർക്കിലുള്ളത്. അതിനെ റിമൂവ് ചെയ്തുകൊണ്ട് സിഗ്നിഫിക്കൻ്റ് എഫക്റ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല കണക്ടിവിറ്റിക്ക്. പക്ഷേ അറ്റാക്കർ ഹൈലി കണക്റ്റഡ് നോഡാണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ ദെൻ കമ്മ്യൂണിക്കേഷൻ വിൽ ഗെറ്റ് എഫക്റ്റീവ് ആൻഡ് ദി അറ്റാക്ക് വിൽ ബി വെരി ഇഫക്റ്റീവ്. ഓക്കെ, അടുത്തത് ഡെൻസിഫിക്കേഷൻ. ഹൗ ഡസ് ദ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ ദ ഗ്രാഫ് ഗ്രോ എന്നുവെച്ചാൽ ഒരു പെർട്ടിക്കുലർ നോഡിന് കണക്ഷൻസ് എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നതെന്നുള്ളതാണ് നോക്കുന്നത്. നമ്മുടെ അസംഷൻ ഇസ് ദാറ്റ് നമ്പർ ഓഫ് നോഡ്സ് ഒരു നെറ്റ്വർക്കിൽ കൂടുകയാണെങ്കിൽ നമ്പർ ഓഫ് എഡ്ജസും കൂടും. പക്ഷേ റിയലി എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെയല്ല കാണുന്നത്. നമ്പർ ഓഫ് എഡ്ജസ് ഗ്രോ ചെയ്യുന്നത് ടൈമെ ബേസ് ചെയ്തിട്ട് ഒരു നോഡിന് തന്നെ ഭയങ്കര ഫാസ്റ്റായിട്ട് എഡ്ജസ് കൂടുന്നുണ്ട്. സോ ദ നമ്പർ ഓഫ് എഡ്ജസ് ഗ്രോസ് സൂപ്പർ ലീനിയർലി. ഒരു നോഡിന് തന്നെ ഓവർ ടൈം ഒത്തിരി കണക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ ദ ഗ്രാഫ് ഗെറ്റ്സ് ഡെൻസർ ഓവർ ടൈം. നൗ ഷ്രിങ്കിങ് ഡയമീറ്റർ. നമ്മുടെ അസംഷൻ ഇസ് ദാറ്റ് ഈ നോഡ്സ് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ഡിസ്റ്റൻസും ഗ്രോ ചെയ്യും. പക്ഷേ ശരിക്കും കാണുന്നത് അങ്ങനെയല്ല. നമ്മുടെ നമ്പർ ഓഫ് നോഡ്സ് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വിതിൻ ദ ഗ്രാഫ് അതിൻ്റെ ഡിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. സോ ദ നെറ്റ്വർക്ക് ആസ് എ നെറ്റ്വർക്ക് ഗ്രോസ് ഡയമീറ്റർ ഇസ് ആക്ച്വലി ഗെറ്റിംഗ് സ്മോളർ. എന്നുവെച്ചാൽ മെസ്സേജസ് അയക്കാനായിട്ട് ഡയറക്റ്റ് പാത്തുകൾ കൂടുതൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് നെറ്റ്വർക്ക് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച്. ഓക്കെ, നൗ ദ ലാസ്റ്റ് ടോപ്പിക് ഇസ് ലിങ്ക് മൈനിങ്. ലിങ്ക് മൈനിങ് ഈ പർട്ടിക്കുലർ ലിങ്കിൽ നിന്നുമാണ്, ഒരു പേപ്പറാണ്, ആ പേപ്പറിൽ നിന്നുമാണ് എടുത്തിരിക്കുന്നത്. ടാസ്ക്സ് ആൻഡ് ചാലഞ്ചസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എന്താണ് ലിങ്ക് മൈനിങ്? ലിങ്ക് മൈനിങ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് വെബ് മൈനിങ്, ഗ്രാഫ് തിയറി ആൻഡ് മെഷീൻ ലേണിംഗ്. ഇതിൽ ചെയ്യുന്നത് ഇറ്റ് ട്രൈസ് ടു ബിൽഡ് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ലിങ്ക്ഡ് ഡേറ്റയുടെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്ത്
ഡേറ്റ പ്രെഡിക്റ്റ് ചെയ്യാനോ ഡിസ്ക്രൈബ് ചെയ്യാനോ ശ്രമിക്കുകയാണ് ലിങ്ക് മൈനിങ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ഇത് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇതിൻ്റെ അകത്ത് ലിങ്ക് മൈനിങ്ങിൻ്റെ ടാസ്ക്സ് ഉണ്ട്, ലിങ്ക് മൈനിങ്ങിൻ്റെ ചാലഞ്ചസ് ഉണ്ട്. ഇതാണ് നിങ്ങളുടെ സിലബസ്. ഓക്കെ, ടാസ്കുകൾ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 1 ടാസ്ക് ഒബ്ജക്റ്റ് റിലേറ്റഡ് ടാസ്ക്, 2 ഗ്രാഫ് റിലേറ്റഡ് ടാസ്ക് ആൻഡ് 3 ലിങ്ക് റിലേറ്റഡ് ടാസ്ക്. സോ ലിങ്ക് മൈനിങ്ങിൽ ഒബ്ജക്റ്റ് റിലേറ്റഡ് ടാസ്കിൽ റാങ്കിങ്, ഒരു ഓബ്ജക്റ്റിൻ്റെ പേജോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ പേജിൻ്റെ റാങ്കിങ്. 2 പേജസിനെ ഗ്രൂപ്പ് ചെയ്യുക, ക്ലസ്റ്ററിങ് യൂസ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, പേജസ് ഞാൻ എക്സാമ്പിളാണ് പറയുന്നത്, ഏതാണോ നിങ്ങളുടെ ഓബ്ജക്റ്റ് അത്. ഓക്കെ, എൻറ്റിറ്റി റെസൊല്യൂഷൻ, ഈ ഓബ്ജക്ട്സ് പലതരം ഓബ്ജക്ട്സ് ചിലപ്പോൾ ഒരു നെറ്റ്വർക്കിൽ കാണും. അപ്പോൾ ഇത് ഏതാണ്, ഏത് എൻറ്റിറ്റി ആണ് എന്ന് റിസോൾവ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ്. ആൻഡ് ലിങ്ക് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ, ലിങ്കിനെ ബേസ് ചെയ്ത് ഈ ഓബ്ജക്റ്റിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ 3 ടാസ്ക്സ് ആണ് ഓബ്ജക്റ്റ് റിലേറ്റഡ് ടാസ്ക്സ് ആയിട്ട് ഉള്ളത്. ഇനി ഗ്രാഫ് റിലേറ്റഡ് ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ സബ് ഗ്രാഫ്സിനെ കണ്ടുപിടിക്കുന്നത് ഇസ് എ ഗ്രാഫ് റിലേറ്റഡ് ടാസ്ക്. ഗ്രാഫ്സിനെ ക്ലാസിഫൈ ചെയ്യുക, ദാറ്റ് ഇസ് എ ഗ്രാഫ് റിലേറ്റഡ് ടാസ്ക്. ഗ്രാഫിനെ കുറിച്ച് കൂടുതൽ ഡേറ്റ കണ്ടുപിടിക്കുക, പ്രോപ്പർട്ടീസ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതൊക്കെ കണ്ടുപിടിക്കുന്നത് മെറ്റാ ഡേറ്റ ഡിസ്കവറി ഇസ് അനദർ ഗ്രാഫ് റിലേറ്റഡ് ടാസ്ക്. ആൻഡ് ഈ ഗ്രാഫിന് വേണ്ടിയിട്ട് ജനറേറ്റീവ് മോഡൽസ് ക്രിയേറ്റ് ചെയ്യുക. പുതിയ ഓബ്ജക്ട്സും എൻറ്റിറ്റീസും ഒക്കെ വരുമ്പോഴത്തേനും എക്സിസ്റ്റിംഗ് ഗ്രാഫ്സിലേക്ക് അത് ആഡ് ചെയ്യുകയോ വേറെ പുതിയ ഗ്രാഫ്സ് ക്രിയേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതിന് ജനറേറ്റീവ് മോഡൽസ് ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് ഗ്രാഫ് റിലേറ്റഡ് ടാസ്ക് ഇൻ ലിങ്ക് മൈനിങ്. ഇനി ലിങ്ക് റിലേറ്റഡ് ടാസ്ക് എന്ന് പറയുന്നത്, 1 ലിങ്കിനെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. പുതിയൊരു ലിങ്ക് വരുമ്പോൾ അത് ഏത് ടൈപ്പാണെന്നും അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ലിങ്ക് റിലേറ്റഡ് ടാസ്ക്. പിന്നെ ലിങ്ക് പ്രെഡിക്ഷൻ ആൻഡ് അനോമലസ് ലിങ്ക് ഡിറ്റക്ഷൻ. ഒരു പർട്ടിക്കുലർ ലിങ്ക് ഉണ്ടെങ്കിൽ അത് ലിങ്കിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ മാത്രമല്ല, റോങ് ആയിട്ടുള്ള ലിങ്കോ തെറ്റായിട്ടുള്ള ലിങ്കോ വല്ലതും ആണെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യാനും കൂടെ പറ്റണം. ഓക്കെ, പിന്നെ കാർഡിനാലിറ്റി എസ്റ്റിമേഷൻ, ഒരു പേജിൽ എത്ര ലിങ്ക് ഉണ്ടാകാം എന്നുള്ള നമ്പർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനാണ് ലിങ്ക് കാർഡിനാലിറ്റി എസ്റ്റിമേഷൻ. ദെൻ പ്രെഡിക്റ്റീവ് ഇൻവെൻഷൻസ്, ലിങ്കിനെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അൽഗോറിതംസ് പുതിയത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുക. ഇത്രയാണ് 3 ലിങ്കിൻ്റെ ടാസ്ക്. ദിസ് ഇസ് 1 പാർട്ട് ഓഫ് യുവർ സിലബസ്. പിന്നെ ഉള്ളത് ചാലഞ്ചസ് ആണ്. ചാലഞ്ചസ് ആർ ലോജിസ്റ്റിക് വേഴ്സസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പെൻഡൻസീസ്. ഒരു എൻറ്റിറ്റിയുടെ ലോജിസ്റ്റിക് ഡിപ്പെൻഡൻസിയും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പെൻഡൻസിയും കണ്ടുപിടിക്കുക എന്നുള്ളത്. ഫീച്ചർ കൺസ്ട്രക്ഷൻ, ഈ എൻറ്റിറ്റിയിൽ നിന്നും അതിൻ്റെ ബിഹേവിയറിനൊക്കെ നിന്നും ഫീച്ചേഴ്സിനെ കൺസ്ട്രക്ട് ചെയ്ത് എടുക്കുക. ഇൻസ്റ്റൻസസ് വേഴ്സസ് ക്ലാസ്സസ്, ഏതൊക്കെ സംഭവങ്ങൾ നമുക്ക് ക്ലാസ് ആക്കാം, ഏതൊക്കെ ഇൻസ്റ്റൻസസ് ആയിരിക്കും എന്നുള്ളത് കണ്ടുപിടിക്കുക. കളക്റ്റീവ് ക്ലാസിഫിക്കേഷൻ, കണക്ഷൻ ഓഫ് ക്ലാസ്സസിനെ എങ്ങനെ ഒന്നിച്ചാക്കാം, ഹൗ ടു ഗ്രൂപ്പ് ക്ലാസ്സസ് ടുഗെദർ, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യും. അടുത്തത് കളക്റ്റീവ് കൺസോളിഡേഷൻ, എങ്ങനെയാണ് അതിനെ കൺസോളിഡേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ കളക്റ്റീവ് കൺസോളിഡേഷൻ. പിന്നെ ഇതെല്ലാം ചാലഞ്ചസ്, ഇതെല്ലാം ഡിഫിക്കൽട്ടിയാണ്. ഓക്കെ, ഇതൊക്കെ ചെയ്യാനാണ് ബുദ്ധിമുട്ട്. എഫക്റ്റീവ് യൂസ് ഓഫ് അൺലേബിൾഡ് ഡേറ്റ എന്ന് വെച്ചാൽ നമുക്ക് ക്ലാസ് ഇല്ല, അൺസൂപ്പർവൈസ്ഡ് ഡേറ്റ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ യൂസ് ചെയ്യാൻ പറ്റും, അതാണ് ഇത്. ഇനി ലിങ്ക് പ്രെഡിക്ഷൻ, അതൊരു ടാസ്ക്കാണ്, ലിങ്ക് റിലേറ്റഡ് ടാസ്ക്കാണ്. പക്ഷേ ഈ ലിങ്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് എങ്ങനെ പറ്റും, വാട്ട് ആർ ദി അൽഗോറിതംസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ്, അതൊരു ഡിഫിക്കൽട്ടിയാണ്. പിന്നെ ക്ലോസ്ഡ് വേഴ്സസ് ഓപ്പൺ വേൾഡ്. ക്ലോസ് വേഴ്സസ് ഓപ്പൺ വേൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇവിടെ ക്ലോസ്ഡ് വേഴ്സസ് ഓപ്പൺ വേൾഡ് അസംഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെദർ ദ 2 ഓബ്ജക്ട്സ് ആർ ബിലോങ്ങിങ് ടു ദ സെയിം വേൾഡ് ഓർ ടു ആൻ ഓപ്പൺ വേൾഡ്, ഏത് ടൈപ്പ് ഓഫ് എൻറ്റിറ്റിയോ ഓബ്ജക്റ്റോ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് നോക്കുന്നത്. ഓക്കെ, ഇതെല്ലാം ആർ ഐഡൻറ്റിഫൈയും ഇൻ്റർപ്രറ്റും ചെയ്യാനായിട്ട്, അനോമലീസിനെ ഐഡൻറ്റിഫൈയും ഇൻ്റർപ്രറ്റും ചെയ്യാനായിട്ടുള്ള ചാലഞ്ചസ് ആണ് ഇതെല്ലാം. ഈ പറയുന്ന എല്ലാം ഈ 5 കാര്യങ്ങൾ തന്നെയാണ് ഞാൻ അവിടെയും പറഞ്ഞത്. ദീസ് ആർ ദി ചാലഞ്ചസ് ഓഫ് ലിങ്ക് മൈനിങ്. നൗ ദീസ് ആർ സം ഓഫ് ദി ആപ്ലിക്കേഷൻസ്. സോഷ്യൽ ബുക്ക് മാർക്കിംഗ്, നമ്മൾ ബുക്ക് മാർക്ക് ചെയ്യുന്ന വെബ്സൈറ്റിൽ ബുക്ക് മാർക്ക് ചെയ്യുന്നത് പെട്ടെന്ന് ഡേറ്റ കിട്ടാൻ വേണ്ടിയിട്ട്. എപ്പിഡെമിയോളജിക്കൽ സ്റ്റഡീസ്, ഡിസീസസിനെ സ്റ്റഡി ചെയ്യുന്നത്. സോഷ്യൽ നെറ്റ്വർക്കിൽ ഫ്രണ്ട്ഷിപ്പ് അനോട്ടേഷൻ, ഓട്ടോമാറ്റിക് അനോട്ടേഷൻ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ
ഫോട്ടോസും അല്ലാതെയൊക്കെ ഇടുമ്പോഴത്തേനും അനോട്ടേറ്റ് ചെയ്യുന്നതിനാണ് ഈ ഫ്രണ്ട്ഷിപ്പ് അനോട്ടേഷൻ. ലിങ്ക് ഇൻഫർമേഷൻ ബിബ്ലിയോഗ്രഫി, റിസർച്ചൊക്കെ ചെയ്യുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ സെൻറ്റൻസ് അവർ എഴുതിയിരിക്കുമ്പോൾ അതിൻ്റെ ഒരു റെഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് പെട്ടെന്ന് ഉപയോഗപ്പെടുന്നതാണ് ഇത്. ഡിസ്കവറി ഓഫ് ഫണ്ടമെൻ്റൽ ഓർഗനൈസേഷൻ ഇൻ ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഗ്രാഫ് റിലേറ്റഡ് ടാസ്ക്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓർഗനൈസേഷൻ എങ്ങനെയാണെന്നുള്ളത് ഡിസ്കവർ ചെയ്യുക എന്നുള്ളതാണ് ഇത്. ക്രൈമിന് അത് വളരെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇറ്റ് ഡിസ്കവേഴ്സ് ദ സ്ട്രക്ചർ ഓഫ് crime data which leads to investigation of terrorist cells, organized crime groups, covert networks detecting other important criminal investigations-ന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ലിങ്ക് മൈനിങ്ങിലൂടെ. ദീസ് ആർ സം ഓഫ് ദി ആപ്ലിക്കേഷൻസ്. വേറെ പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. വിത്ത് ദിസ്